ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ട്രീസ് ആർ ലൈഫിലേക്ക് സ്വാഗതം. കുറേ നാളിന് ശേഷമാണ് വീണ്ടും ഒരു വീഡിയോ ഇടുന്നത്. ഇടയ്ക്ക് കുറേ മാറ്റങ്ങളൊക്കെ വന്നു വേണ്ടത് നമ്മളുടെ ചെടികളുടെയൊക്കെ ഒരു അപ്ഡേറ്റ്. അപ്പോൾ നമ്മളുടെ ആദ്യത്തെ മുരിങ്ങ, അതിൽ അത്യാവശ്യം മുരിങ്ങ കിട്ടിയിട്ട് അതിൽ ഏകദേശം എനിക്ക് ഒരു 10-12 നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇതിൽ കുറേ ഉണ്ടായി കിടക്കുന്നുണ്ട്. നിങ്ങൾ കാണാൻ പറ്റും. ഇവിടേക്കായിട്ട് മരത്തിനോട് ചേർന്നായിരുന്നു മനസ്സിലാവുമെന്ന് അറിയില്ല. ഇപ്പത്തൊക്കെ ഒറ്റയ്ക്ക് നിൽക്കുന്നത് കാണാം. ഇല്ല മുരിങ്ങക്കായ അതുപോലെ ബാക്കിലൊക്കെ ഉണ്ട്. അപ്പോൾ ചെറിയ മുരിങ്ങക്കായ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടേക്കായിട്ട്. അപ്പോൾ നമുക്കപ്പോൾ അത് കൺഫേം ചെയ്യാം. മുരിങ്ങ കിട്ടാത്തൊരു മരമൊന്നുമല്ല. അപ്പോൾ നല്ലോണം മുരിങ്ങ കിട്ടുന്നൊരു മരം തന്നെയാണ്, വെറൈറ്റി തന്നെയാണത്. പക്ഷെ നീളം കുറവാണ്. ഒരു നമ്മുടെ നാട്ടിലേക്ക് മുരിങ്ങക്കായുടെയൊക്കെ മുക്കാൽ വലിപ്പമൊക്കെ ഉള്ളൂ. അതാണ് ഇതിൻ്റെ സെറ്റപ്പ്. പിന്നെ നമ്മുടെ മറ്റേ ചെടിയുണ്ട്, ബിരിയാണി സ്മെല്ല് കിട്ടുന്ന അത് ചെമ്പയില, അത് വളരെ ചെറുതാണ്. ഈ വലുപ്പം നാട്ടിലൊരു പുല്ലിൻ്റെയൊക്കെ വലുപ്പത്തിൽ നിൽക്കുന്നുള്ളൂ. വളരെ ചെറിയ സൈസ്. എൻ്റെ അടുത്ത് മധുരപ്പുള്ളി, പിന്നെ നമ്മളുടെ മൾബറി. ഈ മൾബറി നമ്മൾ റെഡാണോ എന്ന് അറിയാതെ ഇരുന്നുണ്ടായിരുന്നു. ഇതിപ്പോൾ വൈറ്റാണ്, നല്ല മധുരമുണ്ട്. ഇപ്പോൾ 2 മൾബറി നമ്മുടെ വൈറ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറൊരു മൾബറി വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതല്ലാതെ ഇതിൻ്റെ അടിയിൽ നാട്ടിൽ വന്ന ബുഷ് ഓറഞ്ച് ഇപ്പോൾ അതേ വലുപ്പത്തിൽ ഒരു വ്യത്യാസമില്ലാണ് നിൽക്കുന്നത്. അതിൻ്റെ അപ്പുറത്തുള്ള നമ്മുടെ നീലക്കടലയാണ് കേട്ടോ, ബുഷ് ഓറഞ്ചിൻ്റെ അടുത്തുള്ളത്. മിറാക്കിൾ ഫ്രൂട്ട് അപ്പുറത്തുണ്ട്, അതിൻ്റെ ഉള്ളിൽ കൂടെ കാണാൻ പറ്റുള്ളൂ. പിന്നെ ഇത് ഞാൻ ചെമ്പരത്തി വെച്ചാണ്, പക്ഷേ പൂവുണ്ടായപ്പോൾ മനസ്സിലായത് കട്ട ചെമ്പരത്തിയാണ് കേട്ടോ. അതിൻ്റെ അപ്പുറത്ത് കാണുന്നത് മൈലാഞ്ചി, പിന്നെ നമ്മളുടെ ഞാവലിൻ്റെ തൈകൾ, പിന്നെ ചക്കക്കുരു മുളച്ചുണ്ടാക്കിയ പ്ലാവാണ്. പിന്നെ ഇത് ഇവിടുത്തെ ഇളന്തപ്പഴം എന്ന് പറയുന്നത്. പക്ഷേ ഇതിന് കറക്റ്റ് നമ്മുടെ നാട്ടിലെ ഇളന്തപ്പഴം എന്നല്ലോ, വളരെ ചെറിയ സൈസാണ്. ഈ ഗോലി ഇതിൻ്റെയൊക്കെ സൈസേ വരുള്ളൂ ആകെ. ഈ കറക്റ്റ് ബബ, ഈ നമ്മളുടെ വേറാപ്പിളിൻ്റെ ഒരു 3-4 മടങ്ങ് വലിപ്പം കുറവ് അത്ര തന്നെ. അടുത്തുള്ള മരം മാനില ടമറിൻ്റെ കൊടുക്കാമ്പുള്ളി എന്ന് പറയുന്ന അത്. മരങ്ങളൊക്കെ ഭയങ്കര വലുതായി. പിന്നെ ഇടയ്ക്ക് ചെറിയ ഒറ്റയ്ക്കായിട്ട് കുറച്ച് ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. ഈ പറഞ്ഞ പോലെ തന്നെ പ്ലാവിൻ്റെ തൈകൾ ആയിട്ടും ഞാവലിൻ്റെ തൈകളൊക്കെ ആയിട്ട് കുറേ ഇങ്ങനെ ഉണ്ട്. പിന്നെ അഗൈൻ വേറൊരു ചെമ്പരത്തി, അതും കട്ടച്ചെമ്പരത്തി ആയിരിക്കണം. കാരണം പക്ഷേ ഇതിന് പൂവുണ്ടായില്ല കേട്ടോ ഇതിൽ. കാരണം ഒരേ കടയിൽ നിന്ന് ഒരേ സെക്ഷൻ എടുത്താണ്. വീണ്ടും ഒരു പ്ലാവ്. പിന്നെ നമ്മൾ വേറൊരു മുരിങ്ങ. ഈ മുരിങ്ങയിലും അത്യാവശ്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു, ഒരു 10-12 പക്ഷേ ഇതൊക്കെ ഇപ്പോൾ നട്ടിട്ട് ഏകദേശം ഒരു 1.5 വർഷത്തിന് മുകളിലായി ഈ മുരിങ്ങകളൊക്കെ. എന്നിട്ടാണ് നമുക്ക് ഇത്രയും കിട്ടിയേക്കുന്നത്. നമ്മുടെ നാട്ടിലിപ്പോൾ ഈ പീരീഡിൻ്റെ അടുത്ത് കിട്ടുമെന്ന് എനിക്കറിയില്ല, ഇത്രയും വലുതാവുമെന്ന് അറിയില്ല. ഇവിടെ നല്ല വെയിൽ കിട്ടുന്നതുകൊണ്ടായിരിക്കണം. ഇത് ബദാം, ഇതേപോലെ തന്നെ നമ്മളുടെ കുന്തിരിക്കത്തിൻ്റെ ഒറിജിനൽ ചെടിയാണ് കേട്ടോ. ഇവിടെ കോമൺ ആണ്. ഒമാനിലാണ് ബെസ്റ്റ് ഫ്രാങ്കിൻസെൻസ് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ചെടിയാണിത്. പിന്നെ ഇത് പേരയ്ക്ക. പക്ഷേ പേരയ്ക്കയുടെ ഇലകളും മുഴുവൻ കൊഴിഞ്ഞു പോയി ചൂട് കാരണം കൊണ്ട്. പിന്നെ ഇവിടേക്ക് വെള്ളം എത്തുന്നുണ്ടായിരുന്നില്ല. ഞാൻ പൈപ്പ് തുറന്നിട്ട് ഇങ്ങനെ ഇവിടെ എത്തുന്നുണ്ടായിരുന്നില്ല. കുറേ കഴിഞ്ഞാൽ എവിടേക്കോ മണ്ണിനടിക്ക് പോയിട്ടേ ഇവിടേക്ക് എത്തുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഞാൻ ഇവിടെ രാത്രി വന്ന് നനയ്ക്കുക ജോലി ചെയ്യേണ്ടി വന്നപ്പോൾ. ഇവിടേക്ക് എത്തുന്നുള്ള വിശ്വാസത്തിൽ പൈപ്പ് തുറന്നിട്ട് ഒരു 1/2 മണിക്കൂർ കഴിയുമ്പോൾ മക്കളോട് ഓഫ് ചെയ്യാൻ പറയാം പൈപ്പ്. ഇവിടെ എത്താതെന്ന് തോന്നുന്നു, എൻ്റെ കുറ്റം കൊണ്ട് തന്നെയാണ്. പക്ഷേ ഞാൻ ഇപ്പോൾ ഇവിടെ ഇപ്പോൾ കൺഫേം ചെയ്യും എല്ലാ ദിവസവും. അതിന് ശേഷം ഇതിൻ്റെ അറ്റത്ത് ഈ ഉണങ്ങിയതിൻ്റെ ഇലകൾ പോയി പോകുന്ന പുതിയ നാമ്പുകൾ വരുന്നുണ്ട്. പിന്നെ ഇതൊക്കെ നമ്മളുടെ ഇവിടുത്തെ കൃഷിയുടെ ബാക്കി പത്രങ്ങളാണ്. തക്കാളി ഒക്കെ കൃഷി ഇത് സീസണൊക്കെ കഴിഞ്ഞ് ചൂടായി, അപ്പോഴത്തേക്ക് നശിച്ചുകൊണ്ടായി നിൽക്കുന്നു. ഇതൊക്കെ തെറ്റി മുളച്ച തൈകളാണ്, തക്കാളി തൈകളാണെങ്കിൽ കൊണ്ട് കാര്യമൊന്നുമില്ല. പിന്നെ ഇവിടെയൊക്കെ നിറയെ പൂക്കളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പോയി. അതൊക്കെ പറിച്ച് കളഞ്ഞു. ചെട്ടുമല്ലി നിറയെ ചെട്ടുമല്ലി ഉണ്ടായിരുന്നു. നിങ്ങൾ കാണാം ചെട്ടുമല്ലിയുടെ കൂട്ടം. ഇവിടെ അത് പറിച്ച് കളഞ്ഞ ഇത് പൂക്കളൊക്കെ ഉണ്ടായി. അതിൻ്റെ പീരീഡ് കഴിഞ്ഞപ്പോൾ പറിച്ച് കളഞ്ഞാണ്. ഇതൊക്കെ നമ്മുടെ അക്കോമഡേഷനിൽ അവർ ചെയ്തിട്ടുണ്ടാണ്. അതുപോലെ തന്നെ ഈ മുരിങ്ങ നട്ടിട്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 8 മാസത്തിൻ്റെ അടുത്തായിട്ടേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ അകത്തുള്ള പൂക്കൾ കണ്ടില്ലേ. പൂക്കൾ മാത്രമല്ല കായും ഉണ്ട്. അധികം ഇല്ലെങ്കിലും ഒരു കായ നമുക്കിവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ മുരിങ്ങ 1 വർഷം കൃത്യം ആയിട്ടുള്ള നട്ടിട്ട്. 1 വർഷം ആയിട്ടുള്ളൂ. ഇതിനകത്ത് എനിക്ക് ഞാൻ തന്നെ ഒരു 10-12 മുകളിൽ ഞാൻ പൊട്ടിച്ചിട്ടുണ്ട്. ഇനിയും കിടക്കേണ്ട ഇതിൻ്റെ മുകളിൽ ഉണ്ടായിട്ട്
കിടക്കുന്നു. അതുപോലെ തന്നെ അതിൽ വരാൻ വേണ്ടിയിട്ടുള്ള പൂക്കൾ നല്ലോണം ഉണ്ട്. നല്ലൊരു വെറൈറ്റിയാണ്. അപ്പോൾ നാട്ടിൽ പോകുമ്പോൾ ഇതിൻ്റെ ഒരു വിത്ത് സംഘടിപ്പിച്ചിട്ട് കൊണ്ടുപോകണം. സംഘടിപ്പിക്കാൻ വേണ്ടി അതിന് മുമ്പ് ആൾക്കാർ പൊട്ടിച്ചു കൊണ്ടുവന്നില്ല, ഞാൻ മാത്രമല്ല ചെയ്യുന്നത്. ഇതും ഈ പറഞ്ഞ മാതിരി ഒരു 6 മാസമൊക്കെ ഇല്ല, അപ്പോൾ ഇതിൽ നിറയെ പൂക്കളുണ്ട്. പിന്നെ നമ്മുടെ മെയിൻ സെക്ഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഈന്തപ്പന കണ്ടില്ലേ, ഈ ഈന്തപ്പന അതിൽ പൂക്കളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അതൊന്നും പിടിക്കാതെ പോയി. എന്തുകൊണ്ടാണെന്നറിയില്ല. ഈ ചെറിയ ചെടിയായിരുന്നു കൊണ്ടാണോ അത് പോയതെന്നറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും അതിൻ്റെ അകത്ത് അതിൻ്റെ പൂക്കിലേക്ക് ഉണങ്ങിപ്പോയതിൻ്റെ കാര്യങ്ങൾ. പിന്നെ ഈ മുരിങ്ങ, ഇത് ഒറ്റ മുരിങ്ങയല്ല, അത് 2-3 മുരിങ്ങയുടെ കട ഒരുമിച്ചായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. ഒക്കെ സീഡാട്ടോ. 3 മുരിങ്ങയുടെ ചെടികളാണ്, 3 കൂടി വന്നത്. അതായത് ഈ പറഞ്ഞൊരു പ്രാന്ത് പിടിച്ച പോലെ എന്ന് പറഞ്ഞ മാതിരിയാണ് കായകളുള്ളത്. ഇത് ഏകദേശം ഒരു 1-1.25 വർഷം എന്ന് പറയാൻ പറ്റുള്ളൂ ഇതിൻ്റെ പ്രായം. അതെ, മറ്റേ നമ്മുടെ ഏറ്റവും വർഷം മുരിങ്ങ 1.5 വർഷമല്ല കേട്ടോ, 1.25 വർഷമായിട്ടുണ്ട്. എപ്പോഴും ആലോചിച്ച് ഞാൻ സെപ്റ്റംബർ ഒക്ടോബറിലായപ്പോൾ വെച്ചതാണ്. അപ്പോൾ ഇതിൽ ഇത്രയ്ക്കും ഉണ്ടാക്കണ്ട. ഇതിൽ ഇപ്പോൾ നോക്കണമെങ്കിൽ ഒരു 30-35 മുകളിൽ കായകളുണ്ടായി കിടക്കുന്നുണ്ട്. നല്ലൊരു ടൈപ്പ് തന്നെയാണത്. ടേസ്റ്റൊക്കെ ഉണ്ട്, എല്ലാത്തിൻ്റെയും നോക്കി എല്ലാത്തിനും ടേസ്റ്റ് കുറവൊന്നുമില്ല. പക്ഷേ ഈ മുരിങ്ങയുടെ വിത്ത് എനിക്ക് നാട്ടിൽ കൊണ്ടുപോകണം. കാരണം ഇതിന് ഭയങ്കര വിൽപ്പാണ് എൻ്റെ മുരിങ്ങക്കായ. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന മുരിങ്ങക്കായകളൊക്കെ നല്ല സൈസാണ്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇത് കമ്പയർ ചെയ്യണമെങ്കിൽ എൻ്റെ കൈയിൻ്റെ ഫുൾ കൈ നീളമുണ്ട്. എൻ്റെ കൈ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 3/4 മീറ്ററോ ഒക്കെ ഉണ്ടാവും വിചാരിക്കുന്നു, ആ നീളമുണ്ടത്. ഇതിൻ്റെ അപ്പുറത്തുള്ള മുരിങ്ങ മരം, ഇതിൽ എനിക്ക് ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ വളരെ പ്രായം കുറഞ്ഞാണ്. പക്ഷേ ഈ ചെടിയുടെ അതേ പ്രായമാണ് ഇപ്പോഴത്തെ മുരിങ്ങയും, അതിലും വലിപ്പമുണ്ട്. നിയർലി ഒരു 10-11 മാസം പ്രായം. ഇതിൽ ഒരു 5-10 ഉണ്ട്. ഇതിന്നൊക്കെ പൊട്ടിച്ചിരുന്നു പോരാതെ. ഇത് പിന്നെ അടുത്തിടയ്ക്ക് വെച്ചൊരു അത്തിപ്പഴത്തിൻ്റെ ചെടിയാണ്, വെച്ചിട്ടൊരു 1-1.5 മാസമായിട്ടേ ഉള്ളൂ. പിന്നെ നമ്മുടെ നാട്ടിലെ നോർമൽ സ്ട്രോബെറി, മൾബറി വെച്ചാണ്. കാരണം മോന് നാട്ടിലെ പുളിപ്പൊക്കെയാണ് ഇഷ്ടം. കാരണം ഈ മധുരം മാത്രമല്ല അവന് കഴിക്കുന്നുണ്ട്, എങ്കിലും അവർക്ക് അതിനെ ഇഷ്ടം തോന്നുമ്പോൾ അതിനൊന്നും വെച്ചേക്കേണ്ടതാണ്. ഇതിൻ്റെ അടിയിൽ ഇത് കാണാൻ നമ്മുടെ പൂക്കളൊക്കെ ചെണ്ടുമല്ലിയുടെയൊക്കെ എല്ലാ വേസ്റ്റും കൊണ്ടിലിട്ട് ഇതാണല്ലോ, വളമായിക്കോട്ടെ കൊണ്ടിട്ടാണ്. നിറയെ വിത്ത് മുളച്ചേക്കാണ് ചെണ്ടുമല്ലിയൊക്കെ. ഇവിടെ അതുപോലെ തന്നെ ഇതിൻ്റെ അടിയിൽ നമ്മുടെ അകത്തിച്ചീര എന്നുള്ള അതിൻ്റെ ഇതൊക്കെ ഉണ്ട്, മുളച്ച് നിൽക്കുന്നുണ്ട്. ഇത്രയ്ക്ക് ആയിട്ടുള്ളൂ ഈ ഭാഗത്ത്. ഇത് നമ്മുടെ ഇസ്രായേൽ ഓറഞ്ചിൻ്റെ ചെടിയാണ്. ഇതിന് കായ ഉണ്ടായിട്ടില്ല. ഈ മറ്റേ പൂമ്പാറ്റയൊക്കെ വന്നിരുന്ന് ഇലയൊക്കെ തന്ന് പ്യൂപ്പൊക്കെ ആയിട്ട് കുറേ ഇലകളൊക്കെ പോയിട്ടുണ്ട്. ഇതിൻ്റെ ഇപ്പുറത്ത് നമ്മുടെ അരിനെല്ലിക്കയുടെ ചെടിയാണ് ഉള്ളത്. മുകളിലേക്ക് ഉണ്ടായിരുന്നതാണ്, ഇതതിൻ്റെ കൊമ്പായിരുന്നത് ഉണങ്ങിപ്പോയി, പക്ഷേ അടിയിൽ നിന്നാണ് നിറയെ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഇവിടെ ഒരു തായ്ലൻഡ് വെറൈറ്റി ഒരു പേരയാണ്. അതിൽ പൂക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ഒക്കെ പോയി. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ചുറ്റും നിറയെ കരിമ്പ് കൊണ്ടുവന്ന് കുഴിച്ചിട്ടു. കാരണം ചൂട് കൂടെ പറ്റണപ്പോൾ അതിന് ഷെയ്ഡായിട്ട് ഉണ്ട്. അപ്പോൾ ഇത് കണ്ടില്ല, ഇത് മുൻപ് വെച്ച കരിമ്പാണ്. അത്യാവശ്യം കാടുമാരിയായിട്ട് ഇപ്പുറത്ത് വരുന്നുണ്ട്. അതിൻ്റെ ഇപ്പുറത്തുള്ളത് ഇവിടെ ഒമാൻ ലോക്കൽ വെറൈറ്റി ലെമണാണിത്. അപ്പോൾ അതൊക്കെ ഉള്ളിലുണ്ട്. അപ്പോൾ ഇത് വന്ന് കവറാകുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ പേരയ്ക്ക ഉണ്ടായിരുന്നതാണ്, അവിടെയാണ് ഇപ്പോൾ ഇസ്രായേൽ ഓറഞ്ച് ഉള്ളത്. ആ പേരയ്ക്ക ഉണങ്ങിപ്പോയി ചൂട് കാരണം. അപ്പോൾ ഇത് ഒരു കുടമാതിരി വന്ന് ഇതിന് ഹെൽപ്പ് ചെയ്യും എന്ന് കരുതിയിട്ടാണ് വെച്ചേക്കുന്നത്. ഇതൊക്കെ കരിമ്പ് നട്ടതാണ്. പിന്നെ ഇവിടെ നമ്മുടെ ഈ സൺഫ്ലവർ സീഡ്സ് വീട്ടിൽ വളർത്തുന്ന തത്തയ്ക്ക് ഇവിടെ തീറ്റയുടെ അത് കളയണ കൊണ്ടെല്ലാം ഡംപ് ചെയ്യുന്നതാണ് വേസ്റ്റിൻ്റെ കൂടെ. അപ്പോൾ ഇതിൽ മുളച്ചാണ്. ഹലോ ഫ്രണ്ട്സ്, വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷമാണ് പിന്നെ ഞാൻ ശ്രദ്ധിച്ചത് കുറച്ച് പഴങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു, അത് പൊട്ടിച്ച് കാണിക്കാമെന്ന്. അപ്പോൾ ഇത് ലാസ്റ്റ് എടുത്ത വീഡിയോ ആണ്, ഷെഡയിലേക്ക് കയറ്റിയിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ഇതിൽ വഴുതനങ്ങയൊക്കെ ഉണ്ടായിരിക്കുന്നത് നിലത്ത് മുട്ടി കിടന്നുകൊണ്ട് ഈ കളറായത്. ഇത് നോർമൽ നിലത്ത് മുട്ടാതെ ഉണ്ടായതാണ്, സെയിം തന്നെ. ഇതൊക്കെ തക്കാളി ലാസ്റ്റ് ആയതുകൊണ്ടാണ് ഈ സൈസിൽ. നോർമൽ തക്കാളിയുടെ സൈസൊക്കെ ഉണ്ടായിരുന്നതാണ്. പിന്നെ ഇതാണ് നമ്മുടെ മൾബറി. ഇത് ഫുള്ളാണ്ട് പഴുക്കണേ ഉള്ളൂ, പക്ഷേ ഇങ്ങനെ മധുരം ഉണ്ടായിരിക്കും. ഇത് പഴുത്താണ്, നല്ല മധുരമായിരിക്കും. അപ്പോൾ ഇന്നൊരു 3 എണ്ണമാണ് കിട്ടിയത്.
ഇതെല്ലാം കഴിഞ്ഞു കൂടി, തക്കാളിയൊക്കെ എല്ലാം കഴിഞ്ഞു, ലാസ്റ്റിലേക്ക് എത്തി. മുമ്പ് ദിവസം വെറുതെ 1 കിലോ ഒക്കെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്, എന്നിട്ട് ആർക്കെങ്കിലുമൊക്കെ കൊടുക്കുമായിരുന്നു. വഴുതനങ്ങ കാര്യമായിട്ടുണ്ടായിരുന്നില്ല, കഴിഞ്ഞ വർഷം നല്ലോണം കിട്ടി, പ്രശ്നം കുറവേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ മൾബറി കുറേ ഉണ്ടായിരുന്നു. ഈ കാണുന്ന മരത്തിൽ നിന്നും തന്നെ ഒരു 10-40 ഉണ്ടായിരുന്നു, മറ്റേതിൽ 10-100 മുകളിലുണ്ടായിരുന്നു. കുറേ കിളികളും ഇവിടെയുള്ള ആളുകളൊക്കെ പൊട്ടിച്ചാണ് അത് തീർത്തത്. അപ്പോൾ അതിൽ നിന്നാണ് എനിക്ക് കിട്ടിയത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതിൻ്റെ അകത്ത് കറിവേപ്പിലയൊക്കെ ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ മധുരപ്പുളിയാണ് ഏറ്റവും നന്നായിട്ട് വലുതായി നിൽക്കുന്നത്. പിന്നെ ഇപ്പോഴത്തെ നിറയെ ഞാനിവിടെ വിത്ത് പാവിയ ഇതായിരുന്നു, നമ്മുടെ ക്യാബേജിൻ്റെ ഇതായിരുന്നു. എന്നിട്ട് കുറേയൊക്കെ മാറ്റി പറിച്ചു വെച്ചു. പിന്നെ കുറേ മാറ്റി പറിച്ചുകൊണ്ട് ഇഷ്ടപ്പെട്ടു, കാരണം ഇതിലൊക്കെ നിറയെ പുഴുക്കേട് വന്ന് പോയി. പിന്നെ അകത്ത് കുറച്ച് കരിമ്പ് നട്ടിട്ടുണ്ട്, ഇപ്പോൾ അടുത്ത് തന്നെ ഒരു 2 ആഴ്ച മുമ്പ് നട്ടിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്തിച്ചീരം നമ്മുടെ ഞാവലാണെന്ന് അറിയുള്ളൂ, പക്ഷേ അകത്തിച്ചീര നല്ല വലുപ്പത്തിലുണ്ട്. മറ്റേ നേരത്തെ കണ്ട ചെടിയുടെ അതേസമയം നട്ട വിത്ത് തന്നെയാണ്, പക്ഷേ നിറയെ ഉണ്ടായിട്ടുണ്ട് ഇതിൽ. പിന്നെ ഇവിടെ അഗെയിൻ കരിമ്പും അതുപോലെ തന്നെ ലെമൺ ഗ്രാസിൻ്റെയും ഒരു കൂട്ടാണ്, അടിപൊളിയായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ ഇപ്പുറത്ത് കാണുന്നതിൻ്റെ അകത്ത് സൺഫ്ലവറിൻ്റെ ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ അകത്ത് നിറയെ ക്യാബേജിൻ്റെ തൈകളുണ്ട്. പിന്നെ ചേന നട്ടിട്ടുണ്ട്, ചേമ്പ് നട്ടിട്ടുണ്ട് അകത്തൊക്കെ. ഈ ഒരു 3-4 മാസം ഇപ്പോഴാണ് മുളച്ച് വരുന്ന ചേനയൊക്കെ. ഇപ്പോഴത്തെ കാണുന്നത് നമ്മളുടെ പഴയ സപ്പോർട്ടയാണ്, ഉഷാറായി നിൽക്കുന്നുണ്ട്, വലിപ്പം വരുന്നില്ലായിട്ട്. അപ്പോഴത്തെ ചേമ്പ് ഇതൊക്കെ ഇവിടെ നിറയെ കൂർക്കുണ്ടായിരുന്നതാണ്, പെട്ടെന്ന് ഉണങ്ങിപ്പോയി. പിന്നെ ഈ കാണുന്നത് ചാമ്പയ്ക്ക, ചൂട് പറ്റുന്നില്ല, ഈ നെറ്റ് അപ്പത്തിട്ട് നെറ്റ് ഇങ്ങോട്ട് മുകളിൽ കൂടെ കെട്ടണം, പക്ഷേ വലിപ്പം വെച്ചിട്ടുണ്ട്, നല്ല വലുപ്പത്തിൽ നിൽക്കുന്നുണ്ട്. പിന്നെ ഇപ്പോഴത്തെ മുരിങ്ങ ഞാൻ കൊമ്പ് കുത്തിയിട്ടുണ്ടായിരുന്നു, ഒരേ ഒരു മുരിങ്ങ അവിടെ കൊമ്പ് കുത്തിയിട്ടുണ്ടായിരുന്നതാണ്. അതന്ന് പോയത് നിങ്ങൾ മുമ്പത്തെ വീഡിയോയിൽ കണ്ടായിരിക്കും. ഇത് കേടായി പോയതും ഒരാളൊന്ന് പിടിച്ചു വലിച്ചപ്പോൾ കടയടക്കം ഇളകിയിട്ട് പിന്നീട് വന്ന ബ്രാഞ്ചസാണ്. ഇന്നൊരു 10-15 മുകളിൽ മുരിങ്ങക്കായ പൊട്ടിച്ചിട്ടുണ്ട്. ഇനി അതിൽ മുരിങ്ങക്കായൊക്കെ ഉണ്ട്, കുഴപ്പമില്ലാത്തൊരു വെറൈറ്റി, ടേസ്റ്റൊന്നും കുഴപ്പമില്ല ഒന്നും. അതിൻ്റെ ബാക്കിലായിട്ടാണ് നമ്മളുടെ ഞാൻ കുറച്ച് സീഡൊക്കെ ഇട്ടണമായിരുന്നു, പാഷൻ ഫ്രൂട്ടിൻ്റെയൊക്കെ സീഡൊക്കെ മുളച്ച്, പാഷൻ ഫ്രൂട്ടൊക്കെ ആണ്, അതൊക്കെ പാഷൻ ഫ്രൂട്ട് തൈയാണ്. ഒരെണ്ണം ഞാൻ മാറ്റി പറിച്ചു, പക്ഷെ അത് ചൂടാൻ ഉണങ്ങിപ്പോയി. പിന്നെ ഇത് ഇവിടെ കാണില്ലേ, ലെറ്റൂസൊക്കെ മുളച്ചെടുക്കുന്നുണ്ട്, പക്ഷെ ഒന്നും ഇനി കിട്ടില്ല, തണുപ്പ് കാലത്തെ കാര്യങ്ങളല്ലേ. ഇതിപ്പോൾ മൾബറിയുടെ ഇവിടുത്തെ പണ്ടത്തെ മൾബറിയുടെ അടികളിൽ മിൻറ്റ് നിൽക്കുന്നതാണ്. ഇത് ആ മൾബറിയുടെ അപ്പുറത്തെ അവസ്ഥയാണ്, നല്ല വലുപ്പമായിട്ടുണ്ട്, കാട് മരി വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്തുള്ളതൊരു നമ്മുടെ പണ്ടത്തെ മാവും തൈയാണ്, അത് ചൂടാൻ പോകണ്ടാൻ വേണ്ടിയിട്ട് വെച്ചെന്താണ്. അതിൻ്റെ അകത്ത് നോക്കി കാണാം, മാവും തൈയൊക്കെ ഉണ്ട് ഇതിനകത്ത്, പുളി മാത്രമല്ല മാവും തൈകളൊക്കെ. ഇതൊരു തായ്ലൻഡിൻ്റെ വെറൈറ്റി നാരങ്ങയാണ്, ഓൾ സീസണാണ്, വെച്ച് 2-3 മാസമായിട്ടേ ഉള്ളൂ. ഇത് ഒരു ഞാവൽ ഞാൻ അറിയാണ്ട് സ്ഥലത്ത് മാറ്റി നട്ടപ്പോൾ പോകാൻ നോക്കുന്നത്, അപ്പോൾ ചട്ടിയിലേക്ക് മാറ്റി വെച്ചാണ്. നോക്കിയാൽ നിറയെ ക്യാബേജിൻ്റെ കിടക്കുന്നതാണ് അവിടെ. ഇപ്പോൾ അത് കാണുന്നത് പനിക്കൂർക്കയുടെ കാട് മരിയായി. ഇപ്പോൾ ക്യാബേജ് കണ്ടില്ലേ, ഫുള്ള് ക്യാബേജാണ് ഇതൊക്കെ. ഈ സെക്ഷനിലൊരു പപ്പായ ഉണ്ടായി നിൽക്കുന്നത്, അവിടെ ഒരു പപ്പായ ഉണ്ട്, അത് ഉള്ളിൽ ഞാൻ ഒരു മുരിങ്ങ കൊമ്പ് കുത്തിയില്ല, അതിൻ്റെ ബാക്കിൽ പപ്പായ ഉണ്ട്, ഒരു കായ ഉണ്ടായി നിൽക്കുന്നുണ്ട്, ചെറിയ കായ. ഇവിടെയും ക്യാബേജും അതോട് തന്നെ നമ്മുടെ മണിത്തക്കാളി, നിറയെ കാടുമരിയുണ്ട്. പിന്നെ ഇപ്പോൾ അതാ നല്ല വലുപ്പമായി, അതിൽ പൂക്കളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ കാണാനില്ല. പക്ഷെ എന്തായാലും നല്ല തണലായിട്ടുണ്ട് ഈ ഭാഗത്ത്. ഇതിപ്പോൾ മറ്റേ രണ്ടും വൈറ്റാന്ന് അറിഞ്ഞപ്പോൾ ഒരു ചുവന്ന നീളത്തിലുള്ള മുളപ്പരിയുടെ തൈ ഇപ്പോൾ 1 മാസം മുമ്പ് വാങ്ങിച്ചത്, വലിയ തൈ വാങ്ങിച്ചതാണ്. പിന്നെ ഇത് ബേറാപ്പിളിൻ്റെ തായ്ലൻഡ് വെറൈറ്റി വെച്ചാണ്, നിറയെ പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കായ ഉണ്ടായിരുന്നു, പോയി, ഒരു ചെറിയ ഇവിടെ വെച്ചുണ്ടായിരുന്ന കായാണ്, നട്ടിട്ട് 2 മാസത്തോളമായത്. പിന്നെ നീലക്കരിമ്പ്, മറ്റൊക്കെ വൈറ്റ് കരിമ്പാണ്, ജ്യൂസ് കരിമ്പാണ്. ഇത് നാട്ടിൽ നീലക്കരിമ്പ് ഈ പൊങ്കലിനെ കണ്ടിവിടെ ലുലുലു വന്നതാണ്, അപ്പോൾ അത് നട്ടതാണ്. ഇത് നേരത്തെ കാണിച്ച മുരിങ്ങ തന്നെ. ഇത്ര മാത്രമേ ഉള്ളൂ ഫ്രണ്ട്സ്. ഇനി ഉള്ള പുതിയ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത അപ്ഡേറ്റ്സും എല്ലാം കാണിക്കുന്നതായിരിക്കും. ബൈ.